മാതാവിനെ കാണുമ്പോൾ ഉദരത്തോട് ചേർത്തും ഗുരുക്കന്മാരെ കാണുമ്പോൾ ഹൃദയത്തോട് ചേർത്തും മറ്റ് സുഹൃത്തുവാദികളെ കാണുമ്പോൾ നെഞ്ചിന് നടുക്കായിട്ട് പിടിച്ചിട്ട് തൊഴണമെന്നും ദൈവത്തെ കാണുമ്പോൾ ശിരസിന് മുകളിൽ കൈ പിടിച്ചിട്ട് തൊഴണമെന്നാണ് കൈ കൂപ്പുന്നതിൽ പോലും ഉള്ള രീതികൾ. ഇപ്പോൾ എല്ലാം വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നൊരു അവസ്ഥയിലേക്ക്, കൈയൊന്ന് തൊഴുതു പിടിക്കാൻ പോലും ഉള്ളൊരു മനസ്സ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കുന്നു സമൂഹം എന്നുള്ളതാണ് വസ്തു. ഭാരതീയർക്ക് പണ്ടേ ഉള്ള സാധനമാണ് ഷെയ്ക്ക് ഹാൻഡ്. അതെപ്പോഴൊക്കെയാണ് അവർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, 2 രാജാക്കന്മാർ തമ്മിൽ സന്ധി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2 പ്രഭുക്കന്മാർ തമ്മിൽ സന്ധി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിവാഹാദി ചടങ്ങുകളിൽ പുരുഷൻ സ്ത്രീയുടെ പാണിഗ്രഹണം ചെയ്യുമ്പോൾ, ആ സമയത്തൊക്കെയാണ്. അപ്പോൾ കൈ കൊടുക്കുമ്പോൾ കൈ പിടിക്കുന്നത് തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല. അതുകൊണ്ടാണോ ഇപ്പോൾ കൂടുതൽ ഈ അടിച്ചു പിരിയലുകളുള്ളതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വിവാഹ ചടങ്ങുകളിൽ കൈ കൊടുക്കുമ്പോൾ പുരുഷൻ സ്ത്രീയുടെ തള്ളവിരൽ ഉള്ളം കൈയിലേക്ക് ഇരിക്കുകയും ആ തള്ളവിരലോടുകൂടി ചേർത്തിട്ടാണ് പുരുഷൻ ഗ്രഹണാമിതേ സൗഭഗത്വായ ഹസ്തം സർവ്വവിധ ഐശ്വര്യങ്ങളിലേക്കുമായി ഞാനിതാ ഈ കരം ഗ്രഹിക്കുന്നു എന്ന് സങ്കല്പിച്ച് കൈപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ വിവാഹം ചെയ്തു കൊടുക്കുന്നവരും ചെയ്യുമ്പോൾ പുരുഷനാണെങ്കിലും അഗ്നിസാക്ഷിയായിട്ട് ചെയ്തിട്ട് അഗ്നിയെ വലത്ത് വെക്കുമ്പോൾ പോടാ പുല്ലേ എന്നുള്ള മട്ടിൽ തള്ളവിരലുകൾ പരസ്പരം ഇപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതിയിലാണ് ആളുകൾ പിടിക്കുന്നത്. അതുകൊണ്ടാണോ ഇവരൊക്കെ ആ പോടാ പുല്ലേ എന്നുള്ള രീതിയിൽ ജീവിച്ച് ഒരേ മനസ്സിൽ ജീവിക്കുമ്പോഴേ ജീവിതമുള്ളൂ. 2 മനസ്സിൽ ജീവിക്കാൻ 2ആയി പോകുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്.